കണ്ടോ നമ്മള് കൈനഗിരി ഇത് കണ്ടോ, കൊയ്ത്ത് നടക്കാണ്. കൊയ്ത്ത് കണ്ടോ, ഇത് കച്ചിയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ടല്ലേ. കച്ചി കയറ്റുന്ന വേറൊരു വാഹനം, നമ്മളിപ്പോ ഒരെണ്ണം കണ്ടു, വേറൊരു വണ്ടിയാ ഇത്. ഒത്തിരി ഇടത്ത് ഇങ്ങനെ കാണാൻ പറ്റും, കാരണം കൊയ്ത്ത് നടക്കുന്ന സമയം ആയതുകൊണ്ട്. കണ്ടോ, കൊയ്ത്ത് നടക്കുന്ന പാടമാണ്. എന്ത് രസമാണല്ലേ ആലപ്പുഴ. നല്ല ഭംഗിയുണ്ട് കണ്ടോ, നിറയെ പാടങ്ങളാണ് അവിടെ എല്ലാം. റിയലി നൈസ്, റിയലി നൈസ്. ഈ ഒരു ഉച്ചയായതുകൊണ്ടാണ് ഇത്രയും വെയിലുണ്ട്. ആ സമയം രാവിലെ വരണം, നല്ല മഞ്ഞും നല്ല ഭംഗിയാണ്. കണ്ടോ എന്ത് നല്ല രസമുള്ള മരങ്ങള്, രണ്ട് സൈഡും മരങ്ങള്, പാടവും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനുണ്ട്, അച്ചുണ്ട് യാത്രയിൽ, ഞങ്ങളുടെ ചേട്ടത്തിയുണ്ട്, ഇവർക്ക് പിന്നെ ഞങ്ങളുടെ കാശിക്കുട്ടനുണ്ട്. ഇവർക്കൊന്നും വീഡിയോയിൽ വരുന്നത് വലിയ താല്പര്യമില്ലാത്ത ആളുകളാണ്, അതുകൊണ്ടാണ് ഇവരെ ആരും കാണിക്കാത്തത്. കണ്ടോ അവിടെയൊക്കെ വീടുകളുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ആ വീടിന്റെ ആ ഒരു പിച്ചിങ്ങും ആ ഒരു ഒരേപോലെ. വീടാണോ അത് ആക്ച്വലി, എന്താണോ അറിയില്ല. ആ വീടാണ് കേട്ടോ. അതോ വല്ല റിസോർട്ട് വല്ലതും ആണോ? അതേപോലെ Continue on Canacri Popali Road for 3 kilometers. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ. ഇത് നെടുമുടി പാലം ഇറങ്ങി കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നമ്മൾ വീഡിയോ പോസ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ നേരം കൊണ്ട്. ഇത് കണ്ടില്ലേ, നെല്ല് കൊയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ, ചാക്കിലാക്കി അല്ലേ ചേട്ടത്തി? ആ അത് ഈ ചാക്കിലാക്കി വെച്ചിരിക്കുക, കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം തമിഴ്നാട്ടിലേക്ക് അല്ലേ. നല്ല ഭംഗിയുണ്ട്. എന്ത് അമ്പലമോ അല്ല വീടാണോ എന്താണത്? ഷാപ്പോ? നോക്കൂ, അല്ല അതിനാ പുറകില് വീട്. ഇതല്ലേ കൊയ്ത്ത് മെഷീൻ അല്ലേ? ഇതെന്ത് പിന്നെ? അത് കൊയ്ത്ത് മെഷീൻ, ഇതാണ് കൊയ്ത്ത് മെഷീൻ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അറിയില്ല. കണ്ടിട്ടുള്ളവർ താഴെ കമന്റ് ചെയ്യണേ. നെടുമുടി ഗ്രാമപഞ്ചായത്ത് നന്ദി അറിയിച്ചിരിക്കുന്നു നമ്മളോട്. കണ്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു കണ്ടോ, ഇങ്ങോട്ട് നോക്കൂ. നമുക്കിവിടെ ഭംഗി രണ്ട് ഫോട്ടോ എടുക്കും. നല്ല നല്ല സ്ഥലം, റിയലി നൈസ്. അതെ, ഇങ്ങോട്ടൊരു പള്ളിയുണ്ട് അവിടെ. പള്ളിയല്ലേ അത്? നല്ല ഭംഗിയുണ്ട് കേട്ടോ പള്ളി. ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയുടെ കച്ചിയൊക്കെ ഇട്ട് കത്തിക്കുന്ന അടുത്ത കൊയ്ത്തിന് വേണ്ടിയിട്ട് അല്ലേ? ആ അതെ. ഓ ആണോ? പിന്നെ പുകയുടെ ബുദ്ധിമുട്ടില്ലേ ഇങ്ങനെ എല്ലാം കൂടെ കൂടി കത്തുമ്പോ? ഇവിടെ എല്ലാം പാലങ്ങളാണ്. വേറൊരു പാലം നമ്മൾ കയറി. ആലപ്പുഴ വന്ന പാലത്തിന് ക്ഷാമമില്ല, എല്ലായിടവും പാലം. ഈ കൈനഗിരിയിലാണ് ഒത്തിരി, ഇതിപ്പോ നമ്മൾ കൈനഗിരിയിലാണ് വന്നിരിക്കുന്നത്. കൈനഗിരിയിൽ ഒത്തിരി സിനിമാസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലെ ഒത്തിരി സിനിമാസ്. ആ ചെളിയാണ്.
നമ്മളിപ്പം ആലപ്പുഴ കൈനഗിരിയാണ്, ഒരു കൈനഗിരി വ്യൂ പോയിന്റ്, അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ സർപ്രൈസ് ആയിട്ട് നടന്നത് ബോട്ട്. ബോട്ടിനകത്ത് ചെയറൊക്കെ ഇരിക്കുന്നുണ്ട്, ഉണ്ടോ? നല്ല രസമില്ലേ അരികെ നോക്ക്. ചിറ ബോട്ട് ജെട്ടി ഇവിടെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല മനോഹരമായ വേമ്പനാട്ട് കായലിൻ്റെ കണ്ടോ ഭംഗി. കണ്ടില്ലേ, നമ്മൾ ഈ പാലത്തിലേക്കാണ് അങ്ങോട്ട് പോകുന്നത്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ്. ഹൗസ് ബോട്ട് ഉണ്ടോ? ആ ഏരിയയിലാണ് അതിൻ്റെ വ്യൂ പോയിന്റ്. അതിങ്ങനെ നമ്മുടെ ഈ ഒരു കടൽ പാലം പോലെ ഈ ഒരു കായലിനും മനോഹരമായ ഒരു പാലം കണ്ടില്ലേ. അവിടെ രണ്ട് ഹൗസ് ബോട്ടുകളുണ്ട്. കുറേ വീടുകളുണ്ട് കണ്ടോ അവിടെ. കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, കണ്ടതോ വരുന്നുണ്ട്. അവിടെ വേറെ ബോട്ട് കിടക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ബോട്ട് വരുന്നുണ്ട്, സർക്കാർ ബോട്ടാണ്. ബോട്ട് വരുന്ന ആളുകളെയൊക്കെ ഇറക്കിയിട്ട് പോയി. ഇത് ഗവൺമെൻറ് ബോട്ടാണ്. ഇത് ആളുകളെല്ലാം ഇറക്കിയിട്ട് പോയി. രസമുണ്ടല്ലേ, യാത്രാ ബോട്ടാണ്. നമ്മൾ ബസ്സിലൊക്കെ സാധാരണ സഞ്ചരിക്കത്തില്ല, അതുപോലെ വന്നിട്ട് പോയത്. കണ്ടോ, മനോഹരമായിട്ടൊരു പള്ളി കൈനഗിരിയിൽ നമ്മൾ കണ്ടു. നല്ല രസമുണ്ട് അല്ലേ. ഞങ്ങളിവിടുന്നൊക്കെ ഒത്തിരി പേര് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ അവരെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ AC റോഡ് വഴി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ കൈനഗിരിക്ക് പോയില്ലേ, തിരിച്ചിങ്ങോട്ട് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരുന്നു ഈ ലൊക്കേഷനിലേക്ക് വന്നത്. നിങ്ങൾക്ക് അത്ര തിട്ടമില്ലായിരുന്നു, അപ്പോൾ ഒരു വ്യൂ ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇതാ നെടുമുടി പാലം. നല്ല ഭംഗിയുള്ള പാലം, വലിയൊരു പാലമാണ് നെടുമുടി പാലം. അതുപോലെ തന്നെ ഇവിടെ നല്ല ഒരു പുഞ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് കാണിച്ചു തരാം. ആ
റൈറ്റ് സൈഡ് നോക്കിയാൽ മതി, നല്ല കുഞ്ചാണ്. റൈറ്റ് സൈഡിൽ കുറേ ഏരിയ ഇങ്ങനെ കുറേ പാടമാണ്. പാടം ഒത്തിരി ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഒരു വെയിലത്തും ആ സൈഡ് നല്ല ഭംഗിയാണ്. അതേസമയം ഇവിടെ നോക്കും, നല്ല ഭംഗിയാണ്. രണ്ട് സൈഡും നല്ല ഭംഗി, നല്ലൊരു പച്ചപ്പും ഹരിതാഭയും. ഇവിടെ നെൽപ്പാടമാണ്, കുറേ നെൽപ്പാടം. ഇത് ഓവർ ബ്രിഡ്ജ് വന്നതുകൊണ്ടാണ് ഇത്രയും നീളിനുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നോക്കും നല്ല ഭംഗിയാണ്. നമ്മൾ പക്ഷെ മുമ്പ് കണ്ടപ്പോൾ ഒരു പച്ച അതാ കണ്ടോ, താറാവ് ഇഷ്ടം പോലെ, താറാവ് കൂട്ടങ്ങൾ. കുട്ടനാട് പറഞ്ഞ പെട്ടെന്നല്ലോ താറാവിന് താറാവിന് ബീവേഴ്സ് ഹോസ്പിറ്റലിൽ വളരെ ഒരു തറവാട് പോലൊരു ഹോട്ടൽ, നല്ല ഭംഗി. നമ്മളെ കണ്ട മുഖ്യ ഇവിടെ നമ്മളിതാ മങ്കൊമ്പ് പാലം കയറുകയാണ്. ഈ മങ്കൊമ്പ് പാലം കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള പച്ച പിടിച്ച പാടങ്ങളാണ്. അവിടെ കാണാൻ പറ്റുമോ? ഇപ്പൊ കാണുന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ? ആ ഒരു സൈഡ് ഭയങ്കര ഭംഗിയാണ്. എന്ത് ഭംഗിയാണെന്നറിയാം. അപ്പുറത്ത് വന്ന സമയത്ത് ആ സൈഡ് ആയിരുന്നോണ്ട് കുറച്ചുകൂടി നന്നായിട്ട് കാണാമായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡായി പോയി കഴിയുമ്പോൾ നമുക്ക് അത്രയും വ്യൂ നല്ല ഭംഗിയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. മുമ്പ് തമ്മിൽ ഭംഗി തന്നെയാണ്, പക്ഷെ അത്രയും ആ ഒരു വ്യൂ കിട്ടുന്നില്ല. ഇപ്പുറത്തെ സൈഡായില്ലേ വണ്ടിയിൽ. ഇതാ ഇവിടെയുണ്ട് പാടം. എവിടെ തിരിഞ്ഞാലും പാടമാണ്. പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഭംഗി തോന്നി. ആ അതെ, വലിയ ഗവേഷണ കേന്ദ്രം അല്ലേ മങ്കൊമ്പ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് മങ്കൊമ്പ്, വേഴപ്ര, കിടങ്ങറ. എത്ര നേരം കൊണ്ട് പാടും. നല്ല കുറെ ആപ്പലൊക്കെ വെള്ളയുണ്ടോ അല്ലേ? കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മുട്ടാർ പാലം. ഇതാ AC റോഡിൽ നിന്ന് കയറുന്ന പാലം. നമുക്കിത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗരുഡാഗിരി നമുക്ക് അടുത്ത ഗരുഡാഗിരി നമുക്ക് എടുക്കണം. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഗരുഡാഗിരി ഷാപ്പാണ്. ഫേമസ് ആയിട്ടുള്ള ഗരുഡാഗിരി ഷാപ്പാണ്. നല്ല രസമുണ്ട് ഇവിടെ, നല്ലൊരു പാടവും ഉണ്ടോ. ഈ റൂട്ടാണ്, ഈ ഒരു വഴിയാണ് ഗരുഡാഗിരിക്ക് പോകുന്നത്. വളരെ നല്ല രസമാണ് ഗരുഡാഗിരി ഷാപ്പ്. ഒത്തിരി പേർക്ക് ഈ റീലുകളിലൊക്കെ വന്നിട്ട് ഒത്തിരി പേർക്ക് അറിയുന്ന ഒരു പ്ലേസ് കൂടാണ് ഈ ഗരുഡാഗിരി ഷാപ്പ്. ഇത് ഞങ്ങളുടെ സ്വന്തം അച്ഛൻ്റെ സ്വദേശമായിട്ടുള്ള മുട്ടാറ് തന്നെയാണ്. അടുത്താണ്, ഒരു
1 കിലോമീറ്റർ ഉള്ളി. പിന്നെ ഞങ്ങളുടെ മുട്ടാർ പള്ളി, ഫേമസ് ആയിട്ടുള്ള വേറൊരു മുട്ടാർ പള്ളിയാണ്. നമ്മൾ വന്നപ്പോൾ ഒരു പള്ളി കണ്ടു, അതുപോലെ തന്നെ ഇത് മുട്ടാറിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. നല്ലൊരു പള്ളിയാണ്, നല്ല ഭംഗി. ഈ ഒരു പള്ളി കാണാനും പുതിയൊരു പള്ളിയാണ്. നേരത്തെ ഇതിലും കുറച്ചുകൂടെ ചെറുതായിരുന്നു, അപ്പോൾ ഇത് കുറച്ചുകൂടെ റിനോവേറ്റ് ചെയ്തത് കുറച്ചുകൂടെ ഭംഗിയായി. അവിടുത്തെ കുറേ വീടുകളുണ്ട് ഈ പാടത്തിന് നടത്ത്. ഇതാണ് പള്ളി കണ്ടോ, മുട്ടാർ പള്ളി. മുട്ടാറിലൊരു പള്ളിയാണ്, നല്ല ഭംഗി.